നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 150-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നോക്കുക. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വർക്കൗട്ട് ചെയ്തു വളരെയധികം ഉപകാരപ്പെടും. ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ PSC 50% പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ എപ്പോഴും ചോദിക്കുന്നത്. പിന്നെ SCERT, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് SCERT ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ പ്രസ്താവന, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ശരിയാണ്. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത പ്രസ്താവന തെറ്റാണ്. കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കാർട്ടസ് വ്യവസ്ഥ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിച്ച ശക്തി ഏതാണ്? യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. ഇവിടെ ബ്രിട്ടീഷുകാർ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? തെറ്റാണ്. അപ്പൊ രണ്ട് പ്രസ്താവനകൾ മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് ചാന്നാർ ലഹള, രണ്ടാമത് വൈക്കം സത്യാഗ്രഹം, മൂന്നാമത് ക്ഷേത്രപ്രവേശന വിളംബരം, നാലാമത് പാലിയം സത്യാഗ്രഹം. ഇങ്ങനെയാണ് കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യ നാമം എന്താണ്? ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ എന്നതാണ് സോവിയറ്റ് ആക്രമണത്തിന്, ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ May 21 എക്സാം. സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ബാച്ച് ആണ്. 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ അടക്കം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ ഈ വർഷം നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ 10th പ്രിലിംസ് 2025 മുതലായ ബാച്ചുകളിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പുതിയ SCERT, പഴയ SCERT, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി വരുന്ന പരീക്ഷകൾക്ക് PSCയുടെ ഒരു തുറുപ്പ് ചീട്ടാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നമ്മുടെ ആപ്പിൽ എടുക്കുന്നുണ്ട്. അതുപോലെ ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK എല്ലാം എല്ലാ കോഴ്സുകളിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ബാച്ച് പോകുന്നുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജനറൽ PSCയിൽ നമ്മുടെ കോമൺ ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ള ടോപ്പിക് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT, പഴയ SCERT, ഇത്രയാണ് ജനറൽ PSCയിൽ കവർ ആവുന്നത്. പിന്നെ ഈ വർഷം വിളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി LGS, ഒരുപാട് വേക്കൻസീസ് ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പിക്കാവുന്ന കമ്പനി LGSന് വേണ്ടി ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. എല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ ഏത് ബാച്ച് കോഴ്സ് എടുത്താലും ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏത്? കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം.
ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എത്രയാണ്? ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം 0. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രോണൈസ്ഡ് ഉപഗ്രഹം ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? സൺ സിങ്ക്രോണൈസ്ഡ് ഉപഗ്രഹം IRS-1A ആണ്. IRS-1A. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാ? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. പമ്പ, അച്ചൻകോവിലാർ, മൂവാറ്റുപുഴ ഇവയെല്ലാം പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലമേത്? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് എൽനിനോയാണ്. എൽനിനോ. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. PM ആശാ യോജന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ നോക്കാം. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. ശരിയാണ്. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ശരിയാണ്. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ശരിയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ പ്രസ്താവന 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. ശരി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഇത് രണ്ടും ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാ? വയനാട് ജില്ലയാണ്. വയനാട് ജില്ല. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? ഇവിടെ ശരിയല്ലാത്തത് കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കി രണ്ടും ശരി. ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? പെടാത്തത് 1, 3, 4 പെടുന്നില്ല. 2ാമത്തെ പ്രസ്താവന ശരിയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അത് ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ആമുഖമാണ്. ആമുഖം. ചേരുംപടി ചേർക്കുക. വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. നോക്കാം. ബാലവേല നിരോധനം വകുപ്പ് 24 പ്രതിപാദിക്കുന്നത്. സ്വത്തവകാശം 300A. അവസര സമത്വം വകുപ്പ് 16. വിദ്യാഭ്യാസം മൗലികാവകാശം 21A. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 51A ആണ്. 51 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ബാക്കി ശരി. ഏകീകൃത നിയമ സംവിധാനം യൂണിഫോം സിവിൽ കോഡ് വകുപ്പ് 44. ഈ 44 എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു യൂണിഫോമിറ്റി ഇല്ലേ? അങ്ങനെ ഓർത്താൽ മതി. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61 ആണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? ഇവിടെ പെടാത്തത് അപ്പീൽ അധികാരവും ഉത്തരവുകൾ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് തനത് അധികാരത്തിൽ പെടാത്തത്. ബാക്കി രണ്ടും പെടുന്നതാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം. ഓക്കെ. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യമാണ്. അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ എന്നിവ യൂണിയൻ ലിസ്റ്റിലാണ് പെടുന്നത്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം
അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91 ഭരണഘടനാ ഭേദഗതിയാണ്. ചേരുംപടി ചേർക്കുക. കമ്മിറ്റികളും, ഈ കമ്മിറ്റി എല്ലാം പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. പിന്നെ അതിന്റെ വർഷങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. പി.കെ. തുങ്കൻ കമ്മിറ്റി വർഷം 1989. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വർഷം 1957. അശോക് മേത്ത കമ്മിറ്റി വർഷം 1977. എലങ് സിംഗ്വി കമ്മിറ്റി വർഷം 1986. ഈ വർഷങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻറ്റ്. പി.കെ. തുങ്കൻ കമ്മിറ്റി 1989, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, എലങ് സിംഗ്വി കമ്മിറ്റി 1986. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക. ഇവയൊന്നുമല്ല, എല്ലാം വരുന്നതാണ്. ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫർമേഷൻ കേരള മിഷൻ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA-യുടേതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ എല്ലാം തെറ്റാണ്. ആദ്യം നോക്കൂ, MP രാജേഷ്. MP രാജേഷിന്റെ മണ്ഡലം ഏതാ? തൃത്താല മണ്ഡലമാണ്. തൃത്താല മണ്ഡലം. P രാജീവിന്റെ മണ്ഡലം ഏതാ? കളമശ്ശേരിയാണ്. കളമശ്ശേരി. P.A. മുഹമ്മദ് റഷീദ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. P.A. മുഹമ്മദ് റിയാസ് ആണ്. ബേപ്പൂർ മണ്ഡലമാണ് P.A. മുഹമ്മദ് റിയാസ്. വീണ ജോർജോ? വീണ ജോർജിന്റെ മണ്ഡലം ആറന്മുളയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചാണ് കൊടുത്തേക്കുന്നത്, എല്ലാം തെറ്റാണ്. ഒന്നുകൂടെ നോക്കാം. MP രാജേഷ്. MP രാജേഷിന്റെ മണ്ഡലം ഏതാ? തൃത്താല. P രാജീവിന്റെ മണ്ഡലം കളമശ്ശേരി. P.A. മുഹമ്മദ് റഷീദ് അല്ല, റിയാസ് ആണ്, ബേപ്പൂർ മണ്ഡലം. വീണ ജോർജിന്റെ ആണെങ്കിൽ ആറന്മുള. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനം ഏത്? 2023 സെപ്റ്റംബർ 20 ആണ്. 2023 സെപ്റ്റംബർ 20. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. ശരിയായി ക്രമപ്പെടുത്തുമ്പോൾ ആദ്യം 1ാം വായന, അടുത്തത് 2ാം വായന, പിന്നെ കമ്മിറ്റി ഘട്ടമാണ് വരുന്നത്, പിന്നെ റിപ്പോർട്ടിംഗ് ഘട്ടം 3ാം വായന. അപ്പോൾ 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3ാം വായന. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറണ്ടോ എന്ത് അധികാരത്തിൽ? ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാ? പെല്ലഗ്രയാണ്. പെല്ലഗ്ര. AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ലാത്തത് കൊണ്ടാണ് സാർവിക സ്വീകർത്താവ്, ഏത് രക്തവും സ്വീകരിക്കാമെന്ന് പറയുന്നത്. ആന്റിബോഡി Aയും Bയും ഇല്ലാത്തത് കൊണ്ട്. ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു ഏത്? ശരീരപേശികളിൽ മസിൽസിൽ പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? പരിരക്ഷ എന്ന പദ്ധതിയാണ്. പരിരക്ഷ. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതിനെയാണ്? ശബ്ദത്തെയാണ്. ശബ്ദം. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്ത്? VE √2VO എന്നതാണ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? അതിന്റെ പകുതി 12 സെന്റിമീറ്റർ. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് 3ഉം ശരിയാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഇത് 3ഉം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതില്
ശരിയായിട്ടുള്ള 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 2 ശരിയായിട്ടുള്ളത്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്ലാസ് ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഇത് 2 ശരി. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? 108 ഗ്രാം ആണ്. 108 ഗ്രാം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? 2019. 2019 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാ? ശ്രീനാരായണ ഗുരു ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആര്? IM വിജയൻ. IM വിജയനാണ് കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാ? സലിംകുമാർ ആണ്. സലിംകുമാർ. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. നജീബ് മുഹമ്മദ് ആടുജീവിതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? MS ധോണിയാണ്. MS ധോണി. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. ഇതിന്റെ സൊല്യൂഷൻസ് നമ്മുടെ ആപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി. അപ്പോൾ ആപ്പ് പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിൽ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്തിട്ട് മാത്സിന്റെ PYQ നോക്കിയാൽ മതിയേ. അടുത്ത ഇംഗ്ലീഷ് ചോദ്യത്തിലേക്ക് പോകാം. അനിത റെയർലി ആൻസേഴ്സ് ഡാഷ്. റെയർലി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് വേർഡ് ആണ്. അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അനിത എന്ന് പറയുമ്പോഴത്തേക്കും സിംഗുലാർ ആണ്. അപ്പോൾ ഡസ് ഷീ ആണ് ഉത്തരം. ഇഫ് ഐ ഡാഷ് ദ പ്രോജക്ട് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. ഉത്തരം ഹാഡ് ബീൻ ആണ്. ഹാഡ് ബീൻ. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. ഹാവ് ഐ ആണ്. ഹാവ് ഐ. ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ്. ഉത്തരം ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക. എവറി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റ് ഫോർ ദ പാർട്ടി. വാസ് ആണ്. വാസ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്? ഇവിടെ ഓപ്ഷൻ C ആണ് മിസ്പെൽഡ് ചെയ്ത വേർഡ്. ഹി ഈസ് എ ബിഗ് ചീസ്. ഡയാന ടോൾഡ് മീ. ബിഗ് ചീസ് മീൻസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നതാണ്. The thieves plan to dash the bank of Pune. ഉത്തരം make away with. Make away with. She is suffering from thanatophobia. The word thanatophobia means fear of death ആണ്. Fear of death. The antonym of the word callous. Callousന്റെ opposite compassionate ആണ്. Compassionate. അടുത്ത ചോദ്യം, ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഇവിടെ ലോഭസന്ധിക്ക് ഉദാഹരണം വന്നില്ല. വന്നു അധികം ഇല്ല, വന്നില്ല. ഇവിടെ ലോഭിച്ചത് അടയാളമാണ് ലോഭിച്ചത്. നദി എന്ന പദത്തിന് സമാനമായ പദം വാഹിനിയാണ്. വാഹിനി. ശരിയായ പദം കണ്ടെത്തി എഴുതുക. ഇവിടെ തിരശ്ചീനം എന്നതാണ് ശരിയായ പദം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കൾ. താങ്കളാണ് പൂജക ബഹുവചനം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ദിദൃക്ഷു ആണ്. ദിദൃക്ഷു. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓടിക്കുന്നു. ഓടിക്കുന്നു മറ്റൊരാളുടെ പ്രേരണ മൂലം ചെയ്യുന്നതാണ് പ്രയോജക ക്രിയ. ബാക്കി എല്ലാം കേവല ക്രിയയാണ്. കാണുന്നു, താഴുന്നു, കേൾക്കുന്നു എല്ലാം. ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം അവരോഹണമാണ്. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വിൺ അധികം തലം ചേർത്തെഴുതിയാൽ എങ്ങനെയാ? വിണ്ടലമാണ്. വിണ്ടലം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. ഇവിടെ മിടുക്കനാണ് പുല്ലിംഗ ശബ്ദം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യപേപ്പർ നോക്കാം. ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 1ഉം 2ഉം തെറ്റാണ്, ബാക്കി 2ഉം ശരി. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? 3ാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരി. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം വർഷം 1812.
കൊച്ചിയിൽ അടിമത്ത നിരോധനം വർഷം 1845. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരിച്ചത് 1875. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് 1866 ഫോം ചെയ്തത്. ഇവിടെ 1837 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരി. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1. യുദ്ധാനന്തരം ചിയാൻ കൈഷകും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. ഇതെല്ലാം ശരിയാണേ. അടുത്തത്, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടത് ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷമാണ് ഇവിടെ തെറ്റിപ്പോയത്. 1853 അദ്ദേഹം ഇവിടെ ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനിച്ചത്. ബാക്കി ശരിയാണ്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവനയാണ് തെറ്റിപ്പോയത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം ശരിയാണ്. സൂററ്റ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം ശരിയാണ്. ബോംബെ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം. ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജാണ്. അതിന് തിരിഞ്ഞുപോയി. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി ഏത്? ഭൂഗർഭ ജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു ഏത്? കടുപ്പം കുറഞ്ഞ ധാതുവാണ് ടാൽക്ക്. ടാൽക്കാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടിയാണ്. സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാംഗോ ഷവർ ആണ്. മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാ? ആദിത്യ. ആദിത്യ L1 ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. M. വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. LPG ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഉത്തരം ഇവയെല്ലാം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാ? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏത്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ്. 38. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? തെറ്റായിട്ടുള്ളത് 4ാമത്തെ പ്രസ്താവനയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. എതിർത്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഇത് 4ഉം ശരിയാണ്. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത ആശയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്ന്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്ന്,
അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്ന്, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. ഏത് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഉപരാഷ്ട്രപതിയാണ്. പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളും നോക്കാം. ചേരുംപടി ചേർക്കുക. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആരുടേതാ? ഹംഫ്രി ബർക്കലിയുടേതാണ്. സ്പിരിറ്റ്സ് ഓഫ് ലോ മൊണ്ടസ്ക്യൂ. ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധിയുടേതാണ്. ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടോ. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് കൂടുതലും എന്താണ്? ജയതിരാജ് കമ്മിറ്റികളാണ്. അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി PK തുങ്കൻ 1990 എന്നതാണ് തെറ്റായിട്ടുള്ളത്. ബൽവന്ത് റായ് മേത്ത 1957, അശോക് മേത്ത 1977, സർക്കാരിയ 1983. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ചതാണ് സർക്കാരിയ കമ്മീഷൻ. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ശരിയാണ്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇത് 3 ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത്? ഇവിടെ പെടാത്തത് 10ാം പട്ടികയാണ് പെടാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം 11ാം പട്ടിക 12ാം പട്ടിക. അടുത്തത് ചേരുംപടി ചേർക്കുക. ഇവിടെ പദ്ധതികളാണ്, അതുപോലെ അതിന്റെ ലക്ഷ്യങ്ങൾ. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള സാമ്പത്തിക സഹായം. ഇതാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ 4ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരി. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി പരീക്ഷ നടക്കുമ്പോൾ B വേണുവായിരുന്നു. ഇപ്പോൾ ശാരദാ മുരളീധരൻ. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇവയൊന്നും അല്ല. അടുത്ത ചോദ്യം, ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ്. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. 2021 ഡേവിഡ് ജൂലിയസും ആർഡെയും പാറ്റാപൗട്ടനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏതു മേഖല? വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർക്കുക. ഇവിടെ രോഗങ്ങളും അവ പരത്തുന്ന രോഗകാരികളെയാണ് കൊടുത്തിരിക്കുന്നത്. മലേറിയ പ്രോട്ടോസോവയാണ്. ടൈഫോയിഡ് ബാക്ടീരിയ. അസ്കാരിയാസിസ് വിരകളാണ്. വിരകൾ. ജലദോഷം വൈറസ്. ഓപ്ഷൻ C ആണ് ഉത്തരം. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 ഇവയിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒമിക്രോൺ ആണ്. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏത്? ഘർഷണ ബലമാണ്. സ്ഥിരവേഗതയും വ്യത്യസ്ത വേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള്ള ചലനമാണ്. സമവർത്തുള്ള ചലനം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ F ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർ 2022 ഭൗതിക ശാസ്ത്രങ്ങളിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ് ആണ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. ഇവിടെ CH4+2O2 CO2+2H2O 110 ഗ്രാം ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാ? BCl3 ആണ് ലൂയിസ് ആസിഡ്. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്താണ്? XY2 ആണ്. ചുവടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകൾ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇവിടെ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്, രണ്ടാമത്തെ ശരിയാണ്. സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. അപ്പോൾ 1 തെറ്റും 2 ശരിയുമാണ്.
താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ: അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത പൂവിൽ എന്ന യാത്രാ വിവരണം ആരുടേതാണ്? MP വീരേന്ദ്രകുമാർ. ഹൈമവത പൂവിൽ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല: വയനാട് ജില്ല. വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാരുടെ കാലത്താണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായി എന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകൾ നടന്നു വരികയാണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ കോഴ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, ഫസ്റ്റ് കമന്റിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.